അറിയത്തില്ല. മതി, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇക്കള് വരുമ്പോ അമ്മ ഇങ്ങനെ ചെയ്യാറ്. ഉറങ്ങാനാണോ? ആ, അയ്യോ മെല്ലെ. അയ്യോ, നോക്കിക്കിടക്കെ പതുക്കെ. ഇപ്പൊ ശരിയായോ? ഈ ഫോൺ ഇവിടെ വെച്ചേക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമൃത ആന്റീനെ വിളിക്കാലോ. ഇപ്പൊ കാലുവേദന ഉണ്ടോ? ഇല്ല, നീ പൊയ്ക്കോ, എനിക്ക് ഉറങ്ങണം. എന്റെ മുത്തശ്ശിക്ക് സുഖമില്ലാതാവുമ്പോ ഞാൻ ഇങ്ങനെ എന്റെ മുത്തശ്ശീനെ നോക്കുന്നേ. വേണ്ട, മനസ്സ് പിടിവിട്ടുകൂടാ. എനിക്ക് എന്റെ അരുണിന്റെ ജീവിത പ്രധാനം. ഉറങ്ങിക്കോ. എന്തെങ്കിലും വേണമെങ്കിലേ ശ്രീകുട്ടിന്നൊന്ന് വിളിച്ചാ മതി, ഞാൻ ഓടി വരാം കേട്ടോ. എന്റെ വീട്ടിലെ മുത്തശ്ശിനെ പോലെ തന്നെയാ ഈ മുത്തശ്ശിയും. കാലുവേദന കാണും, പാവം. ഉറങ്ങിക്കോട്ടെ. അടിപൊളി, നന്നായിട്ടുണ്ട്. മമ്മിക്ക് ഇഷ്ടായോ? ആ, ഇഷ്ടായി. സെക്കൻഡ് റൗണ്ട് പ്രധാനമാണ്. മമ്മ ധൈര്യമായിട്ടിരിക്കെ, ഈ മാനസ ഇന്ന് പൊളിക്കും. ഹലോ ഹലോ അരുന്ധതി. മഹിമ, മ്യൂസിക് ഷോ തുടങ്ങാറായോ? ആ, മാനസയുടെ പെർഫോമൻസ് ഉടനെ ഉണ്ടാവും. ശ്യാമ പാടിയോ? ഇല്ല, ശ്യാമ ജസ്റ്റ് അപ്പുറത്തുണ്ട്. ഇന്ന് ഫ്ലോറിൽ ശ്യാമയ്ക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ കഴിയരുത്. അത് നമ്മൾ തീരുമാനിച്ചതല്ലേ. മാത്രമല്ല, അത് എന്റെ മോളുടെയും കൂടെ ആവശ്യം കൂടെ ആണല്ലോ. എന്നാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ആ, പറയൂ. മഹിമ, ഇനി വൈകണ്ട.
നേരെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ല്. അവളുടെ ചങ്ക് തകരണം. അത് ഞാൻ ഏറ്റു. ഇതൊക്കെ കേട്ടാ പിന്നെ ശ്യാമ പെർഫോം ചെയ്യാൻ തന്നെ നിൽക്കില്ല. ഇവിടുന്ന് ഓടിപ്പോവും. അതിനു മുമ്പ് തന്നെ ഞാൻ ശ്യാമയൊന്ന് കാണട്ടെ. ശരി. ഐഡിയ വർക്ക്ഔട്ട് ആവുമല്ലേ മമ്മി? മഹിമ മിടിക്കുക. ശ്യാമ തകരും, തകർന്നടിയും. ശ്യാമയുടെ മെഗാഷോത ഇപ്പൊ അവസാനിക്കും, ഉറപ്പാ. സാരമില്ല, ഒരിക്കൽ ഇതൊക്കെ മതി. സോറി ശ്യാമ, കണ്ടസ്റ്റൻസ് എല്ലാം മേക്കപ്പ് ചെയ്തേ പറ്റൂ. ചാനലിന്റെ നിർദ്ദേശമാണ്. ഇന്ന് ശ്യാമയുടെ ഹസ്ബൻഡ് വന്നില്ലേ? ഇല്ല, അത്യാവശ്യമായിട്ട് ഷോപ്പിൽ പോയേണ്ടി വന്നു, അതുകൊണ്ടാ വരാത്തെ. ഓക്കെ, ഞാൻ അടുത്ത കണ്ടസ്റ്റന്റ് അടുത്തോട്ട് ചെല്ലട്ടെ. മേക്കപ്പ് ഇച്ചിലൂടെ ആവായിരുന്നു. ഈ പൗഡറൊക്കെ വാരി തേച്ചിട്ട് എന്താ കാര്യം? കുറച്ച് വെള്ള പെയിന്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ മുഖം ശരിക്കൊന്ന് വെളുത്ത് കിട്ടിയാനെ. മെഗാ ഷോ എന്ന് പറഞ്ഞാൽ എന്താന്ന വിചാരം? ഇതില് പാട്ട് മാത്രമല്ല, പാടുന്ന ആളുടെ സൗന്ദര്യവും നേരവും പെർഫോമൻസും ഒക്കെ പ്രധാനോ. ഇവിടെ ചിലർക്ക് ഇതൊന്നും അറിയില്ല. വെറുതെ പാടാനെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടോളൂ. ഇങ്ങനെ വെള്ള പൂശിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാക്ക കുളിച്ച കൊക്കാവില്ലല്ലോ. ഈ പറഞ്ഞതൊക്കെ എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ഇതൊന്നും എന്നെ ഏൽക്കില്ല. ശ്യാമവർണ്ണനായ സാക്ഷാൽ കൃഷ്ണന്റെ ആരാധികയാണ് ഞാൻ. എന്റെ കണ്ണന്റെ നിറം കറുപ്പാ. ആ കാർവർണ്ണനെയാ ലോകം മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത്. ആ കണ്ണന്റെ നിറം എനിക്ക്. അതില് എനിക്ക് അഭിമാനേ ഉള്ളൂ. ശ്യാമ പറഞ്ഞത് ശരിയാ. ശ്യാമ മാത്രമല്ല, ശ്യാമയുടെ വീട്ടിലുള്ള എല്ലാവരും കണ്ണന്റെ ആരാധകരാ. അതെ, സാക്ഷാൽ കണ്ണനാ ഞങ്ങൾക്കെല്ലാം. ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ടെടുത്തു. ശ്യാമയുടെ ഹസ്ബൻഡും അച്ഛനും കൃഷ്ണന്റെ തിരുവാഭരണം കട്ടെടുത്തു. ഇപ്പൊ രണ്ടാളും ജയിലിലാണോ അതോ പുറത്തിറങ്ങിയോ? അച്ഛനും ഭർത്താവും ഒക്കെ ഇങ്ങനെ. ഇനിയുള്ളത് ശ്യാമയുടെ അമ്മയാ. അവരും ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കും. ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിനെന്നും പറഞ്ഞു പോയതാ ശ്യാമയുടെ അമ്മ ദേവകി. അവിടെ ഒരു കസ്റ്റമറിൽ നിന്നും കൂടുതലൊന്നുമില്ല, വെറും 15 പവൻ. ശ്യാമയുടെ അമ്മ അങ്ങ് കട്ടെടുത്തു. കയ്യോട് അവരെ പോലീസ് അങ്ങ് പൊക്കി.
ഇപ്പോഴും അവര് ജയിലിലാണെന്നാ തോന്നുന്നത്. അല്ല, ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിലേ ശ്യാമ പറയട്ടെ. സാക്ഷാൽ കൃഷ്ണനാ ഇവളുടെ ആരാധനാമൂർത്തി എന്നല്ലേ ഇവള് പറയുന്നേ. ആ കൃഷ്ണനെ പിടിച്ച് ശ്യാമ സത്യം ചെയ്യട്ടെ, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന്. ഈ പറഞ്ഞെല്ലാം സത്യമാണോ കുട്ടി? കണ്ടോ, അവൾക്ക് മറുപടിയില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കണ്ടസ്റ്റന്റ് ആയി ഇവള്. ഞാൻ ഈ കാര്യം പറയാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ ബാഗും പേഴ്സും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോണം, കേട്ടല്ലോ? നിങ്ങളോടൊക്കെ പ്രത്യേകം പറയാം, ആ കഴുത്തി കിടക്കുന്നതൊക്കെ സ്വർണ്ണമാണെങ്കിലേ ഒന്ന് സൂക്ഷിച്ചേക്ക്. ഇങ്ങനെ നഖത്തിൽ കള്ളമായിട്ട് നടക്കുന്നവരെയാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത്. അത് പറ്റില്ലല്ലോ. മാഡം പറഞ്ഞത് ശരിയാ, വിലപിടിപ്പുള്ളതെല്ലാം സൂക്ഷിക്കണം. കണ്ടാലൊരു മിണ്ടാപ്പൂച്ച, കാലം ഉടയ്ക്കും, സൂക്ഷിക്കണം. ഹലോ അരുന്ധതി, ഞാനതങ്ങ് കത്തിച്ചു. എല്ലാം കേട്ട് തകർന്ന് നിൽക്കുക ശ്യാമ. അവൾ പാടില്ല, ഇനി പാടാൻ അവൾക്ക് കഴിയില്ല. അത്രയ്ക്ക് ശ്യാമയെ തകർത്ത് കളഞ്ഞിരിക്കുക ഞാൻ. കുരുവി കുറുകുരുവി കുനുകുരുവി കുരുവി നീ വരുമോ തേൻകുരുവി തൈമാവിൻ കൊമ്പത്ത് മെഴുകിൽ കടമെഴുകിൽ കളമെഴുതും കാറ്റേ നീ വരുമോ ഇതുവഴികെ മലരെണ്ണും പൂങ്കാറ്റേ ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര് പന്തിവേയിൽ പൊന്നെടുത്ത് പത്ത് മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര് തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈ കുടഞ്ഞു അടിവാക പൂക്കു
ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ടെടുത്തു. ശ്യാമയുടെ ഹസ്ബൻഡും അച്ഛനും കൃഷ്ണന്റെ തിരുവാഭരണം കട്ടെടുത്തു. ഞാൻ ഈ കാര്യം പറയാൻ കാരണം വേറൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ ബാഗും പേഴ്സും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോണം, കേട്ടല്ലോ? നിങ്ങളോടൊക്കെ പ്രത്യേകം പറയാം, ആ കഴുത്തി കിടക്കുന്നതൊക്കെ സ്വർണ്ണമാണെങ്കിലേ ഒന്ന് സൂക്ഷിച്ചേക്ക്. അല്ല, ശ്യാമ ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ ശ്യാമയെ എവിടെയൊക്കെ നോക്കി. ദാ മാനസയുടെ പാട്ടിപ്പോ കഴിയും, അടുത്ത ഗോവിന്ദ് പാടും, അത് കഴിഞ്ഞ ശ്യാമയാ. വാ, അകത്ത് വന്നിരിക്കേ. ആ മാഡം, ഞാനിത് എത്തി മാഡം. കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഉണ്ടാവണേ ശ്യാമേ. ചേച്ചി, ചേച്ചി എന്നെയും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് കടത്തി വിടോ? എന്താ പറഞ്ഞേ? ചേച്ചി, എനിക്ക് പാട്ട് അത്രയ്ക്ക് ഇഷ്ടാ, അതുകൊണ്ടാ. ഒന്നകത്തേക്ക് കടത്തി വിടോ? അയ്യോ മോളെ, ഞാൻ ചാനൽ സ്റ്റാഫ് അല്ല, ഞാനൊന്ന് പാടാൻ വേണ്ടി വന്നതാ. പാടാൻ വന്നതോ? ആ, ചേച്ചിയുടെ പേരെന്താ? ശ്യാമ. അയ്യോ, കഴിഞ്ഞ റൗണ്ടിൽ മൗലിയിൽ മയിൽപീലി പാടിയ ചേച്ചിയാ? ആ, അതെ. പക്ഷേ മോളെങ്ങനെയാ അത് കേട്ടത്? ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ പാട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആ പാട്ട് പാടിയ ചേച്ചിയുടെ പേര് ശ്യാമ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോഴാ കാണാൻ കഴിഞ്ഞേ. മോള് പാടുവോ? ആ, പാടും. ചേച്ചി, ഒന്ന് പറഞ്ഞ് എന്നെ കൂടെ അകത്തേക്ക് കടത്തിവിടോ? എന്റെ വലിയ ആഗ്രഹ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ. അത് മോളെ, ഞാൻ ചേച്ചി, എന്നെയും കൂടെ ഒന്ന് അകത്തേക്ക് കടത്തിവിടാൻ പറ ചേച്ചി. ഗോവിന്ദ് നന്നായി പെർഫോമൻസ് ചെയ്തു. ഇനി ജഡ്ജസിന്റെ മാർക്കിലേക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏവരെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന പെർഫോമൻസിലേക്ക്. മൗലിയിൽ മയിൽപീലി ചാർത്തി ഈ വരികളിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച ശ്യാമ. അടുത്ത പാടാനുള്ള ചേച്ചി അല്ലേ? എന്താ ചേച്ചി മിണ്ടാതെ നിൽക്കുന്നേ? ചെല്ല്. എനിക്ക് ആ ചേച്ചി കിട്ടിയ ഈ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തുള്ളിച്ചാടിയനെ. ചേച്ചിക്ക് ഇപ്പൊ എത്രമാത്രം ആരാധകരാന്നറിയോ? കേട്ടില്ലേ ശ്യാമ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആഹ്ലാദം? ചേച്ചി വേഗം ചെന്നേ. എന്നെ അകത്ത് കടത്തി വിടാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ചേച്ചിയുടെ പാട്ട് കേട്ടോളാം. ചേച്ചി ചെന്നേ. അടുത്തതായി പാടാനായി ശ്യാമ എത്തുന്നു. ചേച്ചിയാണ്, ചെല്ലു ചേച്ചി. ചേച്ചി എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അവസരം കളയല്ലേ, ചെല്ലു ചേച്ചി. അടുത്തതായി ശ്യാമ സംഗീതവുമായി നമ്മുടെ സ്വന്തം ശ്യാമ. ചേച്ചി ചെല്ല്, ചേച്ചിയുടെ പാട്ട് എനിക്ക് കേൾക്കണം. നമ്മുടെ പ്രിയങ്കരിയായ ശ്യാമ. ചെല്ലു ചേച്ചി. മോള് വാ, ഞാൻ അവരോട് പറഞ്ഞകത്ത് കയറ്റിവിടാൻ നോക്കാം. വാ.
ദാ നമ്മുടെ സ്വന്തം ശ്യാമ. ഒന്നാം റൗണ്ടിൽ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന ഗാനം പാടി നമ്മളെ അത്ഭുതപ്പെടുത്തിയ നമ്മുടെ സ്വന്തം ശ്യാമ. ശ്യാമ പാടിക്കൊള്ളൂ. ആവണി പൊന്നു ഞാൻ